Hello everyone, good evening all of you. മാജിക്കൽ ടോക്കിലെ 14-ാമത്തെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടുകൂടി ഈ ഒരു ടൈം മാറ്റി വെച്ചപ്പോഴും ഇത്രയും പേര് ഇതിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളതും ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ ഒരു സക്സസ് ജേർണി പറയാനുള്ള ഒരു അവസരം എഡിയൻ ഡോക്സിന്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് 8 മണിക്കാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പോൾ 7 മണിക്ക് നമ്മൾ ഈ ഒരു മാജിക്കൽ ടോക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇതിലേക്ക് ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഡിയൻ ഡോക്കിലെ കോച്ച് മൈൻഡ് കോച്ചായ ആസിയ മാമിനെ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹീൽ ഹബിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു ആസിയ മാം. Good evening, all of you, and Assalamu alaikum. എനിക്ക് ലാപ്പില് കയറാൻ പറ്റിയില്ല. മോൻ എന്തോ കാണിച്ചു വെച്ചിട്ട് അവൻ ഒരു സ്ഥലം വരെ പോയേക്കും. അതുകൊണ്ട് ഞാൻ ഫോണിൽ നിന്നാണ് ഇപ്പം ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏഡിയൻ ടോൾക്സിൽ നിന്നും പിന്നെ നമ്മുടെ EFTയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് ലവ് എന്ന് പറഞ്ഞ വിഷയമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരും പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ലവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്നോടുള്ള ലവിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ലവ് കൊണ്ടാണ് ഇവിടെ അത് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്കും മനസമാധാനത്തിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഈ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കുട്ടികൾക്ക് സ്കൂൾ അവധിയായിരുന്നു. ബാക്കി എല്ലാ എന്താ പറയാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും എല്ലായിടത്തും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു എന്നല്ലാതെ പ്രവൃത്തി ദിനമല്ല അല്ലെ? അപ്പം നമുക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു ദിവസം, ആ ദിവസത്തിന് എല്ലാവരും എന്താക്കി അവനവനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക അല്ലെ? അപ്പൊ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോടൊരു സ്നേഹമുണ്ട്. പിന്നെ ആസിയാമ്മ ഈ പദ്ധതി ഇവിടെ ഓപ്പൺ ചെയ്തപ്പം ആ പദ്ധതിയോടുള്ള ഒരു ബഹുമാനവും ആദരവും സ്നേഹവും കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതും എന്നെ കേൾക്കാൻ വന്നിരിക്കുന്നതും അല്ലെ? അപ്പം എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ലവ് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്കൊരു കോട്ടോടുകൂടി, അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടോടുകൂടി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ. അപ്പം അബ്ദുൽ കലാം ഇങ്ങനെ പറയുന്നുണ്ട്, വെയർ ദെയർ ഈസ് റിച്ചസ് ഇൻ ദ ഹാർട്ട് ദെയർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നീതി ഉണ്ടെങ്കിൽ സ്വഭാവത്തിൽ സൗന്ദര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വെൻ ദെയർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ ദെയർ ഈസ് ഹാർമണി ഇൻ ദ ഹോം. എവിടെയാണോ സ്വഭാവത്തിൽ സൗന്ദര്യം ഉണ്ടാകുന്നത്, ആ സൗന്ദര്യം ഉണ്ടാകുന്ന ആ വീട്ടില് ഐക്യമുണ്ടാകുന്നു. ഓക്കെ. വെൻ ദെയർ ഈസ് ഹാർമണി ഇൻ ദ ഹോം ദെയർ ഈസ് ഓർഡർ ഇൻ ദ നാഷൻ. എവിടെ വീട്ടിൽ ഐക്യമുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ രാജ്യത്ത് ക്രമം ഉണ്ടാകും. ഓക്കെ.
അതുപോലെ തന്നെ വെൻ ദെയർ ഈസ് ഓർഡർ ഇൻ ദ നേഷൻ ദെയർ ഈസ് പീസ് ഇൻ ദ വേൾഡ്. രാജ്യത്ത് ക്രമം ഉണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവും. അപ്പം ഈ കോട്ട് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഹാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഹാർട്ട് പ്യുവർ ആകുമ്പോഴാണ് എവിടെ ലോക സമാധാനത്തിലേക്ക് എത്തുക എന്നാണ് ഈ കോട്ട് പറഞ്ഞു വെക്കുന്നത്. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ ഹാർട്ടിനെ പ്യുവർ ആക്കുക, നിങ്ങളുടെ ഹാർട്ടിനെ പ്യുവർ ആക്കുക, നിങ്ങളുടെ ഹാർട്ടിനെ പ്യുവർ ആക്കുക. അപ്പൊ നമ്മുടെ ഹാർട്ടിനെ പ്യുവർ ആക്കണമെങ്കിൽ അത് എവിടെ പോയി നിന്ന് പണിയെടുത്തെങ്കിലാണ് നമുക്ക് ഹാർട്ടിനെ പ്യുവർ ആക്കാൻ പറ്റുക? അത് ഒരു ലവ് എന്ന് പറഞ്ഞ എലമെന്റിൽ കൂടി മാത്രമേ നമ്മുടെ ഹാർട്ടിനെ പ്യുവർ ആക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഈ ലവ് എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ തുടങ്ങുന്നത് എവിടെന്നാ? നമ്മളോട് ഒരു നമ്മുടെ ക്രിയേറ്റർക്ക് നമ്മളോട് ലവ് ഉള്ളത് കൊണ്ടാണ് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്പേമിൽ നിന്നും നമ്മളെന്ന ഒരു സ്പാമിനെ മത്സരിച്ച് നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്തിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ കാരണമായത്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ക്രിയേറ്റർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണത്. അപ്പം നമ്മൾ ഈ ഭൂമി എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമ്മുടെ ക്രിയേറ്റർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഐ ലവ് യു അല്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത് ആരായിരിക്കും? നമ്മുടെ ക്രിയേറ്ററിന് ശേഷം പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും, അല്ലെ? അപ്പൊ എന്താണ് ഈ സ്നേഹം നമ്മളിലേക്ക് വന്നെത്തിയത് എവിടുന്ന? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ഈ സ്നേഹം നമ്മളുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വന്നെത്തിയത്. നമ്മൾ ജനിക്കുമ്പം പ്യുവർ ആയിട്ട് ജനിച്ചു, അല്ലെ? അപ്പൊ നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മളോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു. മാതാപിതാക്കൾക്ക് സ്നേഹമായിരുന്നു, അയൽവക്കക്കാർക്ക് സ്നേഹമായിരുന്നു, ബന്ധുക്കൾക്ക് സ്നേഹമായിരുന്നു, എല്ലാവർക്കും സ്നേഹമായിരുന്നു. ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചോ നമ്മളോടുള്ള സ്നേഹം എല്ലാവർക്കും കുറഞ്ഞു തുടങ്ങി. അതെവിടെ വെച്ചായിരിക്കും? നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളെക്കാളും ഹയർ സെൽഫിൽ ഇരിക്കുന്ന നമ്മുടെ ബന്ധുക്കളും ടീച്ചർമാരും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ മൊത്തം നമ്മളിൽ ഒരു പാരന്റിങ് നടത്തിയപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ മാലിന്യങ്ങൾ കാരണമായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ സ്നേഹം നമ്മളിൽ നിന്ന് തന്നെ നീക്കപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ളവർക്കും നമ്മളോടുള്ള സ്നേഹം കുറച്ച് കുറയാൻ തുടങ്ങി. എങ്കിലും നമ്മളെക്കാളും നമ്മളെ സ്നേഹിക്കുന്നവർ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവര് നമ്മളെ സ്നേഹിക്കുന്ന അത്രയും പോലും ചില ടൈമിൽ നമുക്ക് നമ്മളോടുള്ള സ്നേഹം ഇല്ലാതെ പോകുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് എന്തിന് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു, വെറുതെ എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നമ്മളോടുള്ള ഒരു സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട്, അല്ലെ? ഏറ്റവും നമ്മളെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. പല ടൈമിലും നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മളോട് തന്നെ നടത്തുന്ന സെൽഫ് ടോക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളുടെ സെൽഫ് ടോക്കുകളിൽ സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ചില എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മളെ വളരെയധികം ലോവർ സെൽഫിൽ നമ്മളെ കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ നീയത്തിനെ പ്യുവർ ആക്കിക്കൊണ്ട് നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏതൊരു കാര്യവും ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തി ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോഴും നമ്മളോടൊരു ടോക്ക് നടത്തുന്നുണ്ട്. നമ്മളിപ്പോ അടുക്കളയിൽ പണി ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ട്യൂഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ആ സമയത്ത് അറ്റ് പ്രസന്റ് ടൈമിൽ നമ്മളൊരു നിയ്യത്തോടു കൂടി ഈ ചെയ്യുന്ന കാര്യം എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നു, അൽഹംദുലില്ലാ, ആ ഒരു നിയ്യത്തോടു കൂടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കെന്താണ് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അത് ചെയ്യാനും പറ്റും, ആ കാര്യം വളരെ മനോഹരമായിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളോടുള്ള റിലേഷൻഷിപ്പിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും നമുക്ക്
ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ നമ്മളോടുള്ള സെൽഫ് ടോക്കും ലവും കുറച്ചിട്ട് നമ്മൾ ഏറ്റവും ലോവർ എനർജിയിൽ എനിക്ക് കഴിവില്ല, എനിക്ക് സാമർഥ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല, മറ്റുള്ളവരുടെ അത്രയും ബുദ്ധിയില്ല, അങ്ങനത്തെയൊക്കെ താരതമ്യ പഠനം നടത്തി നമ്മൾ നമ്മുടെ എനർജീനെ ലോവസ്റ്റ് സെൽഫിൽ കൊണ്ടുവയ്ക്കുമ്പം നമ്മളോ ആയിട്ടുള്ള റിലേഷൻ അവിടെ കട്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുമായിട്ടുള്ള റിലേഷൻ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറുള്ളവരുമായിട്ട് റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മളുമായിട്ടുള്ള റിലേഷനെ മോശപ്പെടുത്തി. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ കൂടി സാധിക്കില്ല. അവരും പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു തുടങ്ങും. ചില ആൾക്കാര് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും അത് അവർക്ക് ട്രിഗർ ചെയ്യും. എന്നിട്ട് അവര് വാല്യൂ അന്വേഷിച്ച് നടക്കും. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വാല്യൂ കിട്ടുവാണെങ്കിൽ മാത്രമേ അവർ ഹാപ്പി ആകത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഹാപ്പി ആകാനേ പോകുന്നില്ല. അവരിങ്ങനെ വാല്യൂ സീക്കേഴ്സ് ആയിരിക്കും അവരെപ്പോഴും. നമ്മളെ പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യം മനോഹരമാക്കി ചെയ്യുക. ഏതൊരു കാര്യവും നമ്മൾ നന്മ ചെയ്യുന്നതിൽ ബിസി ആയിരിക്കുക എന്നാ പറയുന്നത്. നമ്മൾ നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ചിലപ്പോൾ അപ്പ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഏതൊരു നന്മ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം വാല്യൂ സിക്കേഴ്സ് ആയിട്ടുള്ളവർ ഇങ്ങനെ വാല്യൂ അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ വാല്യൂ കിട്ടത്തില്ല. നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ കറക്റ്റായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്നതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഈ മോഹൻലാലിനെയൊക്കെ ഒരുപാട് പേര് പിന്നെ ട്രോളെന്ന് കണ്ടിട്ടുണ്ട്. എന്താണ്, ചെരിഞ്ഞാണ് നടക്കുന്നത്, മുഖത്തപ്പടി കുഴിയാണ്, പിന്നെ എന്താണ് പുട്ടിയിട്ടാ നടക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മോഹൻലാൽ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പുള്ളി ഒരുപാട് ഇങ്ങനെ ട്രോളുകൾ കേൾക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ പുള്ളി അടുത്ത പ്രോജക്റ്റ് ഇറക്കും. അതുപോലെ തന്നെ നരേന്ദ്രമോദിനെ എത്രയോ പേര് ചായവാല ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. പക്ഷെ എന്തൊക്കെ അധിക്ഷേപിച്ചാലും പുള്ളി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. പുള്ളി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി പോയി എന്താക്കുന്ന, ഹിമാലയത്തിൽ പോയി മെഡിറ്റേഷൻ ചെയ്യുന്നു, ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു, വേറെ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ആ പുള്ളിക്ക് കിട്ടേണ്ട വാല്യൂ ഒക്കെ കിട്ടേണ്ടടത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ലോവർ സെൽഫ് എസ്റ്റീമിൽ നിൽക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ കളിയാക്കാനും അവരെ ബ്ലെയിം ചെയ്യാനൊക്കെ പോകുന്നത്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിനെ പിണറായി വിജയനെ അതുപോലെ തന്നെ കുനിഞ്ഞാ നടക്കുന്നത്, എന്നിട്ടും ഇപ്പോഴും മന്ത്രിപദം വിടാറായിട്ടില്ല, അതാണിതാ. ഇനി അങ്ങനെ പറയാത്തതൊന്നുമില്ല. പക്ഷെ ഇവരൊന്നും അവരെ പറയുന്നതിലല്ല ശ്രദ്ധിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ജീവിതകാലത്ത് ചെയ്തു തീർക്കേണ്ടത് അതിൽ മാത്രം ശ്രദ്ധിച്ച് അവർ പോവുക ചെയ്യുന്നത്. അപ്പം നമ്മളും അവരുടെ അത്രയും ലെവലിൽ നമുക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തി സന്തോഷത്തോടു കൂടി അത് നിയ്യത്ത് മാത്രം കറക്റ്റ് ആക്കുക. ഞാൻ ഈ ചെയ്യുന്നത് എനിക്കും എൻ്റെ രക്ഷിതാവ് തൃപ്തിപ്പെടുന്ന രീതിയിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് മാത്രം നമ്മൾ നോക്കാവുള്ളൂ. എന്നിട്ട് ആ രീതിയിൽ കൂടി തന്നെ തൃപ്തിപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് ചെയ്തു പോവുക. ചില ആളുകളൊക്കെ ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ കാലത്തെ മക്കളല്ലേ, നമുക്ക് അവരെ നോക്കാനുള്ള ബാധ്യതയേ ഉള്ളൂ. അവര് നോക്കി പിന്നെ എന്ത് ചെയ്യാനാ, നമ്മള് നോക്കേണ്ട കടമയുണ്ടായി പോയില്ലേ, അതുകൊണ്ട് നോക്കിയേക്കാം. അങ്ങനെ ഒരു പറച്ചിൽ പറയുന്ന ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ നിയ്യത്ത് വെച്ചുകൊണ്ടാണ്, അതായത് അവര് നോക്കി നമ്മുടെ കടമയല്ലേ അവരെ നോക്കേണ്ടത്, ആ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ അവരെ നോക്കുന്നതെങ്കിൽ അവരും നമ്മളെ കടമ തീർക്കുന്ന പോലെയേ നോക്കുകയുള്ളൂ. അതിന് പകരം ഞാനൊരു ഉമ്മയാണ്, എൻ്റെ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്ത് ഞാൻ വളർത്തും. എൻ്റെ കെയറിങ് മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്ത് വളർത്തും. എന്നെ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നന്മയുടെ കാര്യത്തിൽ അവരെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വളർത്തും. ആ ഒരു നിയ്യത്തിൽ നമ്മൾ അവരെ വളർത്തുമ്പം നമ്മുടെ നിയ്യത്ത് എപ്പോഴും എന്തായിരിക്കണം, അവരെ നല്ല രീതിയിലാക്കുക എന്നുള്ള ഇത് മാത്രമേ നമ്മൾ ഇന്റൻഷൻ വെക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് നമ്മൾ അവരെ വളർത്തുന്ന കാര്യത്തിൽ നീക്കി വെക്കുമ്പം
അങ്ങനെയുള്ള മക്കളായിരിക്കും നാളത്തെ തലമുറയെ ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു തലമുറയും നാളത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറയായിട്ട് വളർന്നു വരുന്ന മക്കൾ. അങ്ങനത്തെ സ്നേഹം കിട്ടി കെയറിങ് കിട്ടി വളരുന്ന മക്കൾക്കാണ് വേറൊരാൾക്ക് സ്നേഹം കൊടുക്കാനും കെയറിങ് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കും കെയറിങ്ങും സ്നേഹവും ഒക്കെ തിരിച്ചു തരാനും പറ്റുള്ളൂ. നമ്മളെപ്പോഴും അവരെ അവർ ചെയ്യുന്ന എല്ലാ 2K കിഡ്സ് ആണ്, അവര് മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നു, അവര് എന്താണ് എന്താ കോലം കെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു, അവിടെ കീറിയ ഡ്രസ്സ് ഇവിടെ അങ്ങനെ ഏത് സമയവും നമ്മൾ അവരെ കുറ്റം പറയാൻ മാത്രം നടക്കുമ്പോൾ എന്താകും, അവര് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ എന്താക്കാം, അവര് കീറിയ ഡ്രസ്സ് ഈ ചില ജീൻസുകളൊക്കെ ഈ കീറിയ ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പം അവരത് നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു, മോനെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നവർ ഇങ്ങനത്തെ കീറിയതല്ല ഇടാറ്, നീ നല്ല റിച്ചസ്റ്റ് പേഴ്സന്മാരെയൊക്കെ നോക്ക്, അവരിങ്ങനത്തെ അല്ല ഇടാറ്, നീ ഒരു ലെവലും ഒരു പടിയും കൂടി മുന്നിലോട്ട് നടക്കണമെന്ന് ഉമ്മച്ചിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അവരെ ചീത്ത പറയുന്നതിന് പകരം സ്നേഹത്തിന്റെ ഒരു എലമെന്റ് വെച്ചിട്ട് അവരെ ഒന്ന് ടച്ച് ചെയ്യുമ്പം അവരൊന്ന് ചിന്തിക്കും, അടുത്ത പ്രാവശ്യം അവർ ആ കീറിയത് ഇടാൻ ഒന്ന് മടിക്കും. അപ്പം ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ തീപ്പൊരി പോലെയാ, അത് എവിടെ പോയി ടച്ച് ചെയ്താലും അവിടെ ഹാപ്പിനെസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മൃഗങ്ങൾക്കാണ് സ്നേഹം കൊടുക്കുന്നതെങ്കിൽ അവർ തിരിച്ച് അതേപോലെ സ്നേഹം നമുക്ക്, നിങ്ങൾ പൂച്ചേനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എത്രത്തോളം അവരുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ടും കെയറിങ് ആയിട്ടും ലവബിൾ ആയിട്ടും അവരെ അറ്റാച്ച് ചെയ്യുന്നു, അവർ അതിനേക്കാളും സ്നേഹം നമുക്ക് തരും. അതുപോലെ തന്നെ മനുഷ്യരും നമ്മൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി നമ്മുടെ പ്രത്യേകിച്ച് ഫാമിലി, നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. എവിടെയെല്ലാം ലോകം കീഴടക്കി നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്മളെ ആഘോഷിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഫാമിലി തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും അധികം ആഘോഷിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഫാമിലിയിൽ ഈ ലവ് തുടങ്ങേണ്ടത്. അപ്പൊ ആ ലവ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വേറൊരാൾക്ക് ലവ് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോടുള്ള സെൽഫ് ടോക്കുകളിൽ കൂടുതൽ ലവിന്റെ എലമെന്റുകൾ കൂട്ടി കൂട്ടി നമ്മൾ സെൽഫ് ടോക്ക് നന്നാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ക്വാളിറ്റി ഉള്ള തോട്ട്സ് വരണമെങ്കിൽ ക്വാളിറ്റി ഉള്ള എന്താ പറയാ ഹൃദയം ഉണ്ടാകണം എന്നാ പറയുന്നത്. അപ്പൊ ക്വാളിറ്റി ഉള്ള ഹൃദയം, ഇപ്പം നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാനും. എവിടെ ആരെന്ത് പ്രോഗ്രാം, ഈ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു സാധനമായിരിക്കും ചിലപ്പോൾ കിട്ടുക, ചെറിയ ഒരു എലമെന്റ് ആയിരിക്കും കിട്ടുക, അത് ബൈ ഹാർട്ട് ആക്കി വെക്കും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കുറിച്ച് വെക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കും. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ജനിച്ചു, പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മളിലേക്ക് ഒരുപാട് എലമെന്റുകൾ ഇങ്ങനെ കയറി കയറി വന്ന് നമ്മുടെ ആ തിളങ്ങുന്ന ഹൃദയത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. ആരൊക്കെയോ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞു, ഏതൊക്കെയോ സാഹചര്യങ്ങളുണ്ട് അത് നശിച്ചുപോയി. പക്ഷെ അത് നശിച്ചിട്ടില്ല, അതിപ്പോഴും തിളങ്ങുന്ന ഹൃദയമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അതിനെ പതുക്കെ ആ പുറമേന്ന് കയറിയ എലമെന്റുകളെ എല്ലാം തൂത്ത് 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 വൃത്തിയാക്കിയിട്ട് ആ തിളങ്ങുന്ന ഹൃദയത്തിനെ നമുക്ക് വെളിയിലോട്ട് എത്തിക്കാൻ നമുക്ക് കഴിയും, തീർച്ചയായിട്ടും കഴിയും. അപ്പം എന്താണ് ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ വിസ്ഡം കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പോയി ഇരിക്കണം. വിസ്ഡം എന്ന് പറയുന്നത്, വിസ്ഡത്തിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അത് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അത് തിളങ്ങും, അത് ഭയങ്കര പ്രകാശമായിരിക്കും. വിസ്ഡത്തിന്റെ ഒരു പ്രത്യേകത ഭയങ്കര പ്രകാശമായിരിക്കും. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ അടിക്കുമ്പം നമ്മുടെ ഹൃദയവും അതുപോലെ പ്രകാശിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. നമ്മൾക്ക് നേരത്തെയൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടിരുന്ന കാര്യത്തിൽ ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ ആ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലൊരു തോട്ട് വരും, ഞാനിത് ചെയ്തത് വേണ്ടായിരുന്നു. പക്ഷെ നേരത്തെ അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് തോന്നി തുടങ്ങി കാണും, ഞാൻ ചെയ്തത് ശരിയായില്ല, ഇതിങ്ങനെ അല്ലായിരുന്നു ഞാൻ എൻ്റെ അടുത്തുനിന്ന് റിയാക്ഷൻ വരേണ്ടത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നി തുടങ്ങി കാണും. അതെന്തുകൊണ്ടാ? നമ്മളിങ്ങനെ വിസ്ഡം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് അതിനെ സ്വീകരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടായി തുടങ്ങുന്നത്. അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ നല്ല തോട്ടിലോട്ടും നയിക്കും, നല്ല തോട്ട്സുകൾ നല്ല ക്യാരക്ടറിലോട്ടും നയിക്കും എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ വിസ്ഡം കിട്ടുന്ന ആളുകളാണ് കൂടുതൽ ഗ്രേസ് ആയി കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. നമുക്ക് ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ഫോർഗീവ്നെസ് ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കാൻ തുടങ്ങും.
ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ ഇന്നൊരു ദിവസം നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ പറയുവാണെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കായിരിക്കും പറയുന്നത്. നാളത്തെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലിക്കായിരിക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ഇങ്ങനെ ഫീൽ ചെയ്യും. ആദ്യം നമ്മളൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ അടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് നമുക്ക് നമ്മൾ ചിന്തിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സംശയമായിരുന്നു, എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ എഴുതാവോ വീണ്ടും എന്ന്. അങ്ങനെ ഞാനൊക്കെ അങ്ങനെ സംശയിച്ചിരുന്നു. നിങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംശയിച്ചാണ്. പക്ഷെ ഇന്ന് കിട്ടിയ അതേ അനുഗ്രഹം തന്നെയാണ് നാളെയും കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇന്ന് കിട്ടിയ അതേ അനുഗ്രഹത്തിന് തന്നെ നാളെയും നമ്മൾ നന്ദി പറയണമല്ലോ. നാളെ കിട്ടുന്ന അതേ അനുഗ്രഹം നാളത്തെ കഴിഞ്ഞും കിട്ടിക്കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞും നമ്മൾ അതേ അനുഗ്രഹത്തിന് നന്ദി പറയണം. അപ്പം നമ്മളുടെ ഉള്ളിൽ ലവ് നിറയുമ്പം നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എത്ര എഴുതിയാലും അത് തീരത്തില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തും. അതുപോലെ തന്നെ ആരോടും നമുക്ക് നമ്മുടെ ഉള്ളിൽ വിരോധം കാണത്തില്ല. ഫോർഗിവ്നെസ് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ എല്ലാവരുടെ അടുത്തും ഇപ്പം നമ്മളുടെ അടുത്ത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നവർക്ക് പോലും നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കാൻ റെഡി ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ ആരോടും ഒരു പകയും കാണില്ല, വിദ്വേഷവും കാണില്ല. കാരണം ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നതാ? നമുക്ക് നമ്മുടെ ഉള്ളില് നമ്മളോട് സ്നേഹം തോന്നുമ്പോഴായിരിക്കും ആ ഫോർഗിവ്നെസ് സംഭവിക്കുക. കാരണം നമുക്കറിയാം നമ്മൾ അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവർക്ക് നമ്മൾ ഫോർഗീവ് ചെയ്തു കൊടുക്കും. അപ്പം ഈ എന്താ പറയാ, യേശുക്രിസ്തു കുരിശില് യേശുക്രിസ്തുവിനെ തറയ്ക്കുമ്പോഴും യേശുക്രിസ്തു എന്തെന്നാ പ്രാർത്ഥിച്ചത്? ഇവര് ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് പുറത്തു കൊടുക്കണേന്ന്. അതെങ്ങനെ വരുന്നതാ? അത് യേശുക്രിസ്തുവിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മുനുഷ്യരോടും സ്നേഹം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് അവനവന്റെ ഉള്ളിൽ ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരോടും ആ സ്നേഹം തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലൂടെ നടക്കുമ്പം അവിടെ വെച്ച് കുട്ടികൾ കല്ലെറിയുന്നുണ്ടല്ലോ. അപ്പം ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടികൾ കല്ലെറിയുന്നു, ആളുകൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ മല അവരുടെ പുറത്തേക്ക് ഇട്ടേക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നബി എന്താ പറഞ്ഞത്? അങ്ങനെ ചെയ്യരുത്, അവര് ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ കുറെ നാളിങ്ങനെ ഈ വിസ്ഡത്തിന്റെ പുറകെ പോയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റേറ്റിലോട്ട് നമ്മളും എത്തുന്നുണ്ട്. ആരെങ്കിലും നമ്മളെ കുറ്റം ഒന്നാമത് നമ്മൾ അങ്ങനത്തെ ആളുകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റാച്ചഡ് ആയി പോകും. രണ്ടാമത് ഇനിയിപ്പം ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാലും എനിക്ക് കിട്ടിയ അറിവ് അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ അവര് പറഞ്ഞോട്ടെ, അവർക്ക് നന്മ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാകുമ്പോഴാണ് നമ്മളിൽ യഥാർത്ഥ ലവ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഉള്ളിൽ ലവിന്റെ എലമെന്റ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. അതുപോലെ പ്രകൃതിയോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, ആകാശത്തിനോട് സ്നേഹം തോന്നും, കടലിനോട് സ്നേഹം തോന്നും, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കളിക്കുമ്പോൾ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും. ഏത് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കും. അത് നമ്മുടെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ എലമെന്റ് വരാൻ തുടങ്ങിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. അതുപോലെ മ്യൂസിക് ഒക്കെ കേട്ടിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ ചില സമയത്ത് ചില മ്യൂസിക്കുകൾ ഇട്ടിട്ടുണ്ട്, അടുക്കളയിൽ ഇരുന്ന് ഡാൻസ് കളിക്കാനൊക്കെ നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ കുറെ സീക്രട്ടുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ എലമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങള്, അസൂയ, കുശുമ്പ്, പക, അതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയാതെ നീങ്ങാൻ തുടങ്ങും. ഇനി ആർക്കെങ്കിലും നമ്മൾക്കില്ലാത്തൊരു അനുഗ്രഹം വേറൊരാൾക്ക് കാണുമ്പോഴാണ് നമുക്ക് അവരോട് അസൂയ തോന്നുന്നത്, അല്ലെ? അപ്പം ഈ സ്നേഹത്തിന്റെ എലമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ? ഇതെനിക്ക് വേണ്ടിയ വികാരമല്ല, ഇതെന്റെ മനസ്സിനെ ബാധിച്ച ഒരു രോഗമാണ്, ഇതെന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ്, ഇതെനിക്ക് വേണ്ടതേ അല്ല എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മൾക്കില്ലാത്തൊരു അനുഗ്രഹം വേറൊരാൾക്ക് കണ്ടു കഴിയുമ്പോൾ ബാറക്കല്ലാന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അവർക്ക് ബർക്കത്ത് ചൊരിയണേ റബ്ബെ,
പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, നമുക്ക് അവർക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ അവർക്ക് ബർക്കത്ത് ചൊരിയുകയും അതുപോലെ തരാൻ അനുഗ്രഹം എനിക്കും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണം, നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ദുആകളൊക്കെ സംഭവിച്ചു പോകുന്നതാ. അതെപ്പോഴാ സംഭവിക്കുക? അവരോട് അസൂയ തോന്നിയിട്ട് നമ്മുടെ മുഖം ഇരുളുന്നതിന് പകരം അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നമുക്ക് വേണ്ടിയും ദുആ ചെയ്യുമ്പം അത് എങ്ങനെ സംഭവിക്കുന്ന, നമ്മുടെ ഉള്ളില് ഈ സ്നേഹം നിറയുമ്പം സംഭവിക്കുന്ന ഒരു വികാരമാണ്. അതുപോലെ തന്നെ നമ്മള് കണ്ടീഷണലായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഇപ്പം സൂര്യൻ അതിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു. അത് ഉദിക്കുന്നു, അതിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ചൂട് സ്വീകരിച്ച് വളരേണ്ട എല്ലാ സസ്യജാലങ്ങളും വളരുന്നു. അതുപോലെ അതിൽ നിന്ന് ഊർജം സ്വീകരിച്ച് മനുഷ്യര് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അപ്പൊ അതിനൊന്നും ഒരു പരാതിയുമില്ല. അത് സൂര്യൻ അതിന്റെ ഡ്യൂട്ടികൾ എന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സൂര്യനെ കുറ്റം പറയാൻ തുടങ്ങും. എന്തൊരു ചൂടാന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഉടമസ്ഥൻ ആരാണ്? സൂര്യനാണ്. അപ്പം അതിനെ കുറ്റം പറയുന്നതിന് തുല്യവാ അത്. പക്ഷെ ഈ പരാതി, എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും സൂര്യൻ പിറ്റേ ദിവസവും അതിന്റെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെയാണ് ആ കുറ്റം പറയുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കും? 2 ദിവസം കേൾക്കും, 3 ദിവസം കേൾക്കും, 4-ാമത്തെ ദിവസം ഇതിനൊക്കെ വേറെ ജോലിയൊന്നുമില്ല, ഞാനെന്തിനാ ഇവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആ പരിപാടി അവസാനിപ്പിച്ച് പോകും, അല്ലെ? അപ്പം സൂര്യൻ അൺകണ്ടീഷണൽ ആണ്. അത് ദൈവവും അൺകണ്ടീഷണലാ. ദൈവത്തിന് ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും, ദ്രോഹം ചെയ്യുന്നവർക്കും കൊടുക്കേണ്ടത് കൊടുക്കും, നന്മ ചെയ്യുന്നവർക്കും കൊടുക്കേണ്ടത് കൊടുക്കും. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ കിട്ടാതെ പോകുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലത് നമുക്ക് ആ സമയത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ചില പ്രാർത്ഥനകളൊക്കെ പഠിച്ചോണ്ട് തടഞ്ഞു വെക്കും, നമ്മൾ ചോദിച്ചോണ്ടേയിരിക്കും, പക്ഷെ തരത്തില്ല. അതെന്തുകൊണ്ടാ? നമുക്കത് ആ സമയത്ത് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ദോഷമായിട്ട് ഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി നമ്മുടെ അടുത്ത് കത്തി ചോദിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ലല്ലോ. നമുക്കറിയാം അത് അവനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ കൈമുറിക്കും, അവനക്കത് ദോഷമാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ ചില പ്രാർത്ഥനകളൊക്കെ പഠിച്ചവൻ മാറ്റിവെക്കും. അത് അതിന്റെ ടൈം ആകുമ്പം അതുമായിട്ടുള്ള അലൈൻമെന്റിലോട് നമ്മൾ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോയി 1 കോടി രൂപ എനിക്ക് തരണേ റബ്ബേ, 1 കോടി രൂപ എനിക്ക് തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ നമുക്ക് തരത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ 1 കോടി രൂപ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് തരത്തില്ല. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യാൻ പാകപ്പെടുമ്പോ ഒരു പ്രാർത്ഥനകളും പഠിച്ചവൻ നമ്മളിൽ നിന്ന് ഒഴിവാക്കത്തില്ല. നമ്മൾ അതിന് പാകപ്പെടുമ്പോൾ നമുക്ക് തരിക തന്നെ ചെയ്യും. അപ്പം ഈ ലവുമായിട്ടുള്ള അലൈൻമെന്റിൽ നമ്മൾ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ വിഷ്വലൈസേഷൻ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെയൊക്കെ പവർ വർദ്ധിക്കുക. നമ്മൾ പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വലി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും. അപ്പം അതുപോലൊരു മാജിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ലവ് എന്ന് പറയുന്നത്. ലവ് കൊണ്ട് എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സന്തോഷത്തിന്റെ ഹാപ്പിനെസിന്റെ ഒരു മൊമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ലവ് ടച്ച് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും. ഇപ്പൊ നമ്മള് മക്കളോട് ഒരു കാര്യം, നീ ഇത് അധികാരപൂർവം, നീ ഇത് നിർബന്ധമായിട്ടൊന്ന് ചെയ്യണം, അങ്ങനെ പറയുമ്പം അവര് നമ്മളെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. അതേസമയം അതില് സ്നേഹത്തോടു കൂടി പറയുമ്പം അവരത് കേട്ടിട്ട് അനുസരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളെന്താണ് എല്ലാ കാര്യത്തിലും ഈ ലവിന്റെ എലമെന്റ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, ചിലപ്പോൾ നമ്മൾ അതിന് പാകപ്പെട്ട് കാണത്തില്ല, ചിലപ്പോൾ നമ്മൾ അതിന് പാകപ്പെട്ട് കാണും. പാകപ്പെടാനുള്ള ശ്രമം നമ്മുടെ അടുത്ത് ഉണ്ടാവണമല്ലോ. ആ ശ്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ വന്നിരുന്ന് കുറച്ചു നേരം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ടൈമുകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ ടൈമുകൾ നമ്മൾ കണ്ടെത്തി നിന്നൊരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിന് നിങ്ങൾ വന്നിരിക്കണം. അത് ആരുടെ ക്ലാസ്സും ആയിക്കോട്ടെ, ഒരേ ഒരു വേർഡായിരിക്കും ചിലപ്പോൾ കിട്ടുക. അതിൽ നിന്ന് നമുക്ക് അതിനെ ആ ഒറ്റ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു കാര്യത്തിൽ തന്നെ വീണ്ടും 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 അതിനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഭയങ്കരമായിരിക്കും. ഇപ്പം നമ്മള് നമസ്കരിക്കുന്നു, ഒരു ദിവസം എത്ര തവണ നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്? ഒരേ ഫാത്തിഹ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഓതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ആദ്യത്തെ
പ്രാർത്ഥന, അത് ഒരേ പ്രാർത്ഥന 5 നേരത്തെ നിസ്കാരത്തിലും, സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ വേറെ, ഒരേ കാര്യത്തിൽ തന്നെ വീണ്ടും 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 നമ്മൾ എന്താണ് അവഗാഹം നേടിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആകാൻ തുടങ്ങും. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹൃദയത്തിനെ വിശാലമാക്കി തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹൃദയം ഇടുങ്ങുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ രോഗങ്ങൾ ബാധിക്കുക. അതേസമയം നമ്മുടെ ഹൃദയം വിശാലമാകാൻ തുടങ്ങുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത് നമ്മുടെ മനസ്സിന് പടച്ചോൻ ഇട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഇസ്തിഗ്ഫാർ എപ്പോഴും നമ്മുടെ നാവുകളിൽ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ എന്താണ്, ഒരു ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാറോടുകൂടിയും നന്ദിയോടുകൂടിയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും പ്രാർത്ഥിക്കുക എന്ന്. അതെന്താ, അപ്പം അതിനെ ഇംഗ്ലീഷിലോട്ട് ഇതാക്കിയതാണ് എന്തെന്ന്, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും എന്ന്. നമ്മൾക്ക് അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല, പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ തുടങ്ങിയെന്ന് മാത്രം. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, സ്പിരിച്വാലിറ്റിയുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. ദൈവവുമായിട്ട് കണക്റ്റഡ് ആകാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല, ഒരു വിഷ്വലൈസേഷനും. കേൾക്കൂല, ഞാൻ അത് ഓഫാക്കിയിട്ട് എടുക്കണം, അപ്പളെ കേൾക്കും. ഫോൺ അങ്ങനെ തകരാറ്. ഹലോ, കേൾക്കുന്നില്ലേ? ഉണ്ട് ആസിയ മാം, അത് ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ആയി പോയതാണ്, ആരുടെയോ ഒന്ന് അൺമ്യൂട്ട് ആയി പോയതാണ്. സോറി ഫോർ ഡിസ്റ്റർബൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ അല്ലേ, നമ്മള് ഇസ്തിഗ്ഫാറോടുകൂടി അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓരോ കാര്യവും ചെയ്തു നോക്കുക. ആ കാര്യം ഉറപ്പായിട്ടും പതുക്കെ പതുക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് തന്ന ടൂളുകൾ, അത് നമ്മൾ ടാപ്പിംഗ് പഠിച്ചവരൊക്കെ ഇതിൽ കാണുമായിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊരു 10 ദിവസം അല്ലെ 15 ദിവസം പോട്ടെ, ഒരു മാസം നിങ്ങൾ അതൊന്ന് മാറ്റി വെച്ച് നോക്ക്, നിങ്ങൾക്ക് ഓരോരോ പ്രോബ്ലംസ് വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഏത് ടൂള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ ടൂൾ സ്റ്റക്ക് ആയിട്ടുണ്ട് തോന്നുന്നു ആസിയ മാം. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അത് ആൾക്കവിടെ റേഞ്ച് പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആൾക്കവിടെ റേഞ്ച് പോയതാണ്. എങ്കിലും അൽഹംദുലില്ലാ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങളോടൊരു പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എത്ര പേര് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല, എങ്കിലും ആ ഒരു പ്രാക്ടീസ് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ടോക്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, നമ്മൾ നമ്മുടെ സെൽഫിനോട്, നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അതോടൊപ്പം നമ്മെ സൃഷ്ടിച്ചവനെയും സ്നേഹിക്കുക, പരിപൂർണമായും അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആഴ്ചത്തെ വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നിങ്ങളിൽ ഉണ്ടാവുന്ന പരാതിയും പരിഭവങ്ങളും ഒന്ന് എഴുതി വെക്കുക, നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഉണ്ടായ ഓരോ പരാതികളും എഴുതി വെച്ച് കഴിയുമ്പോൾ അതിന്റെ എണ്ണം കാണുമ്പം നിങ്ങൾക്ക് അത് കൂടുതലാക്കാനാണോ ഇഷ്ടം വരിക, ആ ഒരു പരാതിനെ കുറയ്ക്കാനാണോ ഇഷ്ടം വരിക? അത് നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മുടെ പരാതികളെ തിരിച്ചറിയും തോറും അതിനെ കുറവാക്കി അത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ നിറയുന്നതിനനുസരിച്ച് ഈ സ്നേഹം എന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ടതോ അല്ലെങ്കിൽ ആരും നമുക്ക് തരേണ്ടതോ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക് നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം സെൽഫ് ടോക്കിനെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളിൽ എല്ലാം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ആ സംസാരിക്കുന്നതിൽ സ്നേഹമുണ്ടോ അതോ പരാതിയാണോ എന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലൂടെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ എനിക്ക് 8 മണിക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. താങ്ക് യു അല്ലാത്ത മാം.
അപ്പൊ ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. ഈ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഇന്നിപ്പം വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. 8 മണിക്ക് ജോയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇൻഷാല്ല ഈ ഇടയ്ക്ക് നെക്സ്റ്റ് ഫ്രൈഡേ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു സെഷനും കൂടെ ഉണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ, Thank you, ma'am. Thank you so much. താങ്ക് യു സോ മച്ച്.